കന്മതം കന്മതം പടത്തിനെ പറ്റിയൊക്കെ ഒരുപാട് പേര് പറയും ലാലേട്ടൻ്റെ പണ്ട് പറയും. എനിക്കിപ്പോഴും ഭയങ്കര സങ്കടമാണ് ആ പടം. കാരണം വെച്ചാൽ അത് എത്രയോ നന്നായിട്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു കഥാപാത്രമായിരുന്നു അത്. അത് വളരെ മോശമായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണുമ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അന്നത്തെ കാലത്താണെങ്കിലും അത് ശരിയല്ലല്ലോ. അപ്പൊ പക്ഷെ ഇന്നത്തെ നമ്മൾ ചെയ്ത സിനിമകൾ ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പക്ഷെ തോന്നില്ലേ? അഭിനയത്തിന്റെ കാര്യത്തിനകത്ത് അങ്ങനെ ഒരു ശരിയില്ലായ്മ വരാൻ പാടില്ലോ. ഒന്നും മനുഷ്യൻ തന്നെയല്ലേ. അന്നുണ്ടായിരുന്ന കാലഘട്ടത്തെ ആളുകളുടെ ശരീരഭാഷയും കാര്യങ്ങളും സംസാരത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും മുഖത്ത് എക്സ്പ്രഷൻസ് വരുന്നത് അവിടെ മോഹൻലാൽ പെർഫെക്റ്റ് ആണ് ഇപ്പോഴേ. അവിടെയാണ് അതിൻ്റെ കാര്യങ്ങൾ മറന്നത്. മോഹൻലാലിൻ്റെ കാണുമ്പോൾ നമുക്കൊരു കുഴപ്പങ്ങളും തോന്നുന്നില്ല. നമ്മുടെ അതിനകത്ത് കുഴപ്പങ്ങളുണ്ട്. ഇത് എത്രയോ ചാൻസ്. അത് ആ പടത്തിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനേക്കാൾ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ് ആ പടത്തിന്. പക്ഷേ എനിക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് എനിക്കറിയാം അത് ഓദർ സപ്പോർട്ട് എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നത്. അതായത് ലോഹിദാസ് ആ കഥാപാത്രത്തിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്ത പടമായിട്ട് പോലും അദ്ദേഹം അതിന് സമ്മതിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ്. പല നടന്മാരാണെങ്കിൽ അതൊന്നും പറ്റില്ല, അതിന് ആ ക്യാരക്ടർ ഇങ്ങനെ വളരുന്നതെന്ന് ചോദിച്ചിട്ട് കട്ട് ചെയ്യും. അപ്പോൾ അത് ചെയ്യണം ശരിക്കും. പല നല്ല നടന്മാരെ പലരും അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലും ചെയ്യാണ്ട് കാണിച്ച മോഹൻലാലിൻ്റെ വലിയ മനസ്സും ലോഹിദാസിൻ്റെ അതിഗംഭീരമായിട്ടുള്ള കഴിവുമാണ് എന്നെ പടത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അല്ലാതെ അഭിനയം കൊണ്ടിട്ടുള്ള ഗുണമല്ല. അത് 100% അറിയാവുന്ന കൊണ്ടിട്ടാണ് എനിക്കിപ്പോഴും നിൽക്കാൻ പറ്റുന്നത്. കാരണം എനിക്കിപ്പോഴും അറിയാം ഞാൻ ഒരുപാട് ശരിയാകാനുണ്ട്. ഇപ്പോഴും പല സീൻസും ഞാൻ വളരെ നാച്ചുറലായിട്ടും എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് ചെയ്യുമ്പോഴും ചില സീനുകളിൽ വന്നിട്ട് ഞാൻ രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്ന സന്ദർഭങ്ങളുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഈ ഫുക്രിയിൽ പോലും പല സീൻസിലും എനിക്കറിയാം. ഞാനിപ്പോൾ ഡബ് ചെയ്തിട്ട് വരുമ്പോൾ അറിയാം അത് ആ സീൻ നന്നാക്കേണ്ടതായിരുന്നു. കുറച്ച് സ്ട്രെയിൻ എടുത്തത് അത് ശരിയായില്ല കേട്ടോ, ഒന്നും എടുക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശ്രദ്ധിക്ക് തയ്യാറാകുമായിരുന്നു. പക്ഷെ ഞാനപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ തന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് ചെയ്തത്. ഇനി ഒന്നും കൂടി എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ചെയ്യണമല്ലോ. അത് ഞാൻ ഇതിനേക്കാൾ ബെറ്റർ ആകണമല്ലോ. അത് ചലഞ്ചിങ് ആവില്ലേ. വെറുതെ ആവശ്യമില്ലാണ്ടൊരു പുലിപാല് പിടിക്കണമെന്ന് ഇതിനും മിണ്ടാണ്ടിരിക്കും. ആ മിണ്ടാതിരിക്കുമ്പോൾ ആ തെറ്റായിട്ട് അവിടെ കിടക്കും. അത് ഇനി കാലാകാലത്തോളം കിടക്കും ആ തെറ്റ് എന്ന് പറയുന്ന ചില കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ തിരിച്ചറിയുന്നുണ്ട്.